ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഹോം മെയ്ഡ് ബോൺവീറ്റയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. 1 ടേബിൾ സ്പൂൺ ബദം നന്നായി വറുത്തെടുക്കണം. നിങ്ങൾ ഏത് സ്പൂണിലാണോ അളവെടുക്കുന്നത് ആ സ്പൂണിൽ തന്നെ എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അളന്നെടുക്കണം. ഇങ്ങനെ ഏകദേശം ചെറുതായിട്ട് ഞാനൊന്ന് ബദം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അധികം അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട, നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കാരമലൈസ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മുടെ ഷുഗർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഷുഗർ നല്ലതുപോലെ കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അതേപോലെ നെയ്യ് തടവിയിട്ട് തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം, എന്നാലാണ് അത് വിട്ട് കിട്ടുള്ളൂ. നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് തന്നെ വേറൊരു പാത്രം, ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് ഒന്നൊന്ന് വറുത്തെടുക്കണം. ഇതേപോലെ ഗോതമ്പ് പൊടി വറുത്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഗോതമ്പ് പൊടിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെ വെക്കരുത്, വേഗം തന്നെ പൊടി മാറ്റി കൊടുക്കണം, കാരണം പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഒന്നും കൂടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മൾ ബദാം അറിയാം അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത കാരമൽ ഷുഗറും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി, ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ബോൺവീറ്റ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് എങ്ങനെയാണ് ബോൺവീറ്റ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്ലാസ്സിലേക്ക്. ചൂട് പാലൊഴിച്ച് കൊടുക്കാം. നന്നായിട്ട് കലക്കി. എക്സ്ട്രാ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യണ്ട, നമ്മൾ പൊടിക്കുന്ന സമയത്ത് എല്ലാം സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ബോൺവീറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.